ബോയ്സ് ആൻഡ് ഗേൾസ്, ശ്രീ ഹിയർ. എനിക്ക് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ നമ്പറും ഒക്കെ തപ്പിപ്പിടിച്ച് എനിക്ക് DM ഒക്കെ അയച്ചു. എന്താ പറയണ മച്ചാൻ, എനിക്ക് ഗെയിം കളിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഒരു അണ്ടർ 15K വലിയ ബഡ്ജറ്റ് ഒന്നുമില്ല ഒരു ഗെയിമിംഗ് ഫോൺ പറയൂ. ഞാൻ പറഞ്ഞു ബ്രോ, വലിയ നല്ല ഫോണൊന്നും ഇല്ല, ഞാൻ നോക്കട്ടെ, നോക്കിയിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞ് കമ്മ്യൂണിറ്റിയിൽ ചോദിക്കാൻ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ഫോണാണ് ഫോർ ഗെയിമേഴ്സ് അണ്ടർ 15K. 14K 14,000 രൂപയ്ക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിമിംഗ് ഡിവൈസ് ആണെന്ന് ഞാൻ പറയും. കാരണം ശ്രദ്ധിച്ചു കേട്ടോ, ഡിമെൻസിറ്റിയുടെ 7300 എന്ന് പറഞ്ഞാൽ 4nm പ്രോസസ്സർ എഴുതിയിരിക്കുന്നത്. അത് മാലിയുടെ G650 എന്ന് പറഞ്ഞ GPU. സൂപ്പർബ്, അടിപൊളി. തീർന്നിട്ടില്ല, UFS 2 ഒന്നുമല്ല, UFS 3.1 കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഈ പ്രൈസ് റേഞ്ചിൽ ഡീസൻറ്റ്, മാനേജബിൾ. 6GB റാം, 6500 mAh ബാറ്ററി. സ്പീക്കേഴ്സ് ആണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, അത്യാവശ്യം നല്ല സ്പീക്കർ, നല്ല ലൗഡായിട്ടുള്ള സ്പീക്കർ. നിങ്ങൾ എന്താ പറയണ, ആപ്പിളിൻ്റെയും സാംസങ്ങിൻ്റെയും ആ ക്രേസിനെസ് ഒന്നും, ഒരു ക്രിസ്പിനെസ്സും ക്ലാരിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ അത്യാവശ്യം നല്ല ലൗഡായിട്ട് ഗെയിമൊക്കെ കളിക്കാൻ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്പീക്കറാണ്. പിന്നെ ഹീറ്റിങ്ങും തെർമൽസിലേക്ക് വരുമ്പം അതും അത്യാവശ്യം നല്ലോണം വെൽ കണ്ടെയ്ൻഡ് ആണ്. നിങ്ങൾ ഒരിടത്താണ് ഇവിടെ സാക്രിഫൈസ് ചെയ്യേണ്ട, ഒറ്റ അടുത്ത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഗെയിമേഴ്സിനെ സംബന്ധിച്ച് അത് വലിയൊരു സാക്രിഫൈസ് ആവത്തില്ല എന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ ഡിസ്പ്ലേ AMOLED അല്ല, ഇതൊരു LCD ഡിസ്പ്ലേ ആണ്. 120 Hz അത്യാവശ്യം മെനയുള്ള, ഭയങ്കര അത്യാവശ്യം നല്ല ബ്രൈറ്റ് ഒക്കെ ആവുന്ന ഒരു നല്ല LCD പാനൽ. നിങ്ങൾക്ക് ഭയങ്കര ബോറൻ പാനലായിട്ടൊന്നും തോന്നത്തില്ല. പക്ഷെ ഗെയിമേഴ്സിനെ സംബന്ധിച്ച് ഇത് വലിയ പ്രോബ്ലം ആവത്തില്ല എന്ന് പറഞ്ഞാൽ AMOLED ഒക്കെ ഒരു ഭയങ്കര എമൗണ്ട് ഓഫ് ടൈമിൽ ഒരു ചൂടായി എക്സ്ട്രീം ഒക്കെ ആയിട്ട് പുഷ് ചെയ്ത് ഗെയിം കളിക്കുമ്പം പിക്സൽ ബേണിംഗ് വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഭയങ്കരമായിട്ട് ചാൻസ് ഉണ്ട് ഒരുപാട്. അതൊക്കെ തന്നെയാണ് പച്ചവരെ വീഴാനും അതൊക്കെ ഇൻഡയറക്ട്ലി റിലേറ്റഡ് ബന്ധമാണെങ്കിലും ആ ഒരു ചൂടാവുന്ന AMOLEDന് ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ LCDക്ക് വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് ഗെയിമേഴ്സിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നമില്ലാത്ത സംഭവമാണ്. ഡിസ്പ്ലേ ആണെങ്കിൽ 1050 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉണ്ട്. ഫോർ LCD ഡിസ്പ്ലേ അത് അത്യാവശ്യം നല്ലതാണ്. ബിൽഡ് ക്വാളിറ്റീനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ കൺസ്ട്രക്ഷനും കിടിലൊന്നുമില്ല, പ്ലാസ്റ്റിക് കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെ തന്നെ. പക്ഷേ 6500 mAh ഉണ്ടെങ്കിൽ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ പക്ക കേട്ടോ. അത്യാവശ്യം സെൻറ്ററിൽ തന്നെ നിൽക്കും. നല്ലോണം ഹെഫ്റ്റി ഒരു ചങ്കി ഫോൺ വെയിറ്റ്, ഒരു പിടിച്ച നല്ല കട്ടിയുള്ളൊരു ഫോൺ പിടിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. കാരണം മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഫോണിനുണ്ട്. IP64 ആണ് എന്ന് പറഞ്ഞാൽ പൊടികളിൽ നിന്നും സ്പ്ലാഷസിൽ നിന്നും ആണ് പ്രൊട്ടക്ഷൻ. അല്ലാതെ എന്താ പറയണ IP68 അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ഓവറോൾ ഇൻ ജനറൽ ഗൈസ് ഇത് ഒരു ഇൻഡെപ്ത് റിവ്യൂ കാര്യങ്ങളൊന്നും അല്ല. എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്ക് ഒരുപാട് പേര് ബ്രോ ഗെയിം കളിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ എൻ്റെ പൈസ ഇല്ല, അങ്ങനത്തെ നല്ലൊരു ബഡ്ജറ്റിലൊരു ഗെയിമിംഗ് ഫോൺ റെക്കമെൻഡ് ചെയ്യുന്നവരടുത്ത് എനിക്കിത് പറയാൻ പറ്റും. ഞാൻ ഇച്ചിരി നാളെ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ, 1-2 ദിവസം ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൽ നിന്ന് വെച്ച് ഞാൻ ഇനീഷ്യൽ ഇംപ്രഷൻസാണ് പറയണേ. സോ ഗൈസ്, പറയാൻ വിട്ടുപോയ 1-2 കാര്യങ്ങൾ. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് അത്യാവശ്യം നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ഗെയിമിംഗ് മോഡ് ഉണ്ട് കേട്ടോ. അത് കളിക്കാനും ഒക്കെ ഉപയോഗിക്കാനൊക്കെ നല്ല. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ ഐക്യൂവിൻ്റെ Z9 സീരീസ് ആയിരുന്നു കഴിഞ്ഞ വട്ടത്തെ വിവോയുടെ T3 സീരീസ്. എനിക്ക് തോന്നുന്നു ഈ വർഷം അതേപോലെ തന്നെ ഇതിൻ്റെ T4 സീരീസ് ആയിരിക്കും ഐക്യൂവിൻ്റെ Z10 സീരീസ്. അതുകൊണ്ട് ഐക്യൂവിൻ്റെ Z10X എന്ന് പറഞ്ഞ സാധനം ലിസ്റ്റഡ് ആണ്. ഞാൻ സ്പെക്ക് നോക്കിയപ്പോൾ GSM അറീനയിൽ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഈക്വൽ ഓർ സെയിം ആണോ എന്ന് ദൈവത്തിനറിയാം. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഗൈസ്, എനിക്ക് ഇങ്ങനൊരു ഫോൺ വന്ന് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞു. ഞാൻ ചെക്കൗട്ട് ചെയ്തു. ഞാൻ നേരെ രാജേഷേട്ടനെ വിളിച്ച് പറയുമ്പോൾ ഫോൺ തന്ന് രാജേഷേട്ടനും ട്വിൻസ് മൊബൈൽസ് പട്ടത്തിലും വെരി മച്ച് താങ്ക് യു. പുള്ളി പോസിറ്റീവ് റിവ്യൂ ആണോ നെഗറ്റീവ് റിവ്യൂ ഒന്നും തോന്നില്ല, പുള്ളി എനിക്ക് ഫോൺ പൊട്ടിച്ച് തന്നു. താങ്ക് യു സോ മച്ച് ഗൈസ്. അങ്ങനെയാണ് കേട്ടോ ഈ പെർഫ്യൂംസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. മണിക്കൂറുകൾ ആഴ്ചകളും എടുത്ത ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ഈ വീഡിയോയിൽ കാണുന്നതിന് നടക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ ബാക്കി റിവ്യൂ പോയി കാണും. ദിസ് ഇസ് ആക്ച്വലി കുഴപ്പമില്ലാതൊരു ഇംപ്രസീവ് ഡിവൈസാണ്. ഗെയിമേഴ്സിന് ഹൈലി റെക്കമെൻഡഡ്. ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. 4K 30 FPS, ഭയങ്കര വൃത്തിയായിട്ടില്ലാത്ത സ്റ്റെബിലൈസേഷൻ ആണ്. എന്തായാലും നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ ഫുൾ ഇൻഡെപ്ത് റിവ്യൂ ചെയ്യാം. എനിക്കൊരു എന്താ പറയുക, കുഞ്ഞൊരു ഇംപ്രഷൻസ് വീഡിയോ ചെയ്താൽ മതി എന്നായിരുന്നു. ഫോർ ഗെയിമേഴ്സ് ഹൈലി റെക്കമെൻഡഡ്. ഒന്ന് നിങ്ങൾ ആലോചിക്കേണ്ട, നല്ല റാം ഉണ്ട്, അത്യാവശ്യം നല്ല പ്രോസസ്സറാണ്, അത്യാവശ്യം നല്ല GPU ഉണ്ട്. അതേപോലെ തന്നെ ബാറ്ററി ലൈഫ് അത്യാവശ്യം നിൽക്കുന്നുണ്ട്. ബാറ്ററി ലൈഫിനകത്ത് 44 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അത് ബോക്സിൻ്റെ അകത്ത് ഒരു ചാർജർ കൊടുക്കുന്നുണ്ട് ഈ വിലയ്ക്ക്. ബോക്സിനകത്ത് ഒരു ചാർജർ മാത്രമുള്ള കേസും കൊടുക്കുന്നുണ്ട് ഈ വിലയ്ക്ക്. ഓൾറെഡി ഒരു പ്രൊട്ടക്റ്റീവ് ലെയറൊക്കെ ഒട്ടിച്ചിട്ടാണ് വരുന്നത് റീറ്റെയിൽ യൂണിറ്റിന്. സോ ഐ ആം വെരി ഹാപ്പി. എനിക്ക് തോന്നുന്നു 14,000 രൂപയ്ക്ക് നിങ്ങൾ ഗെയിമിംഗ് ഫോൺ നോക്കി എടുക്കുവാണെങ്കിൽ ഗൈസ് വേറെ എവിടെ പോണ്ട, ഇതെടുത്താൽ മതി. ഞാൻ ചെറിയ ലൈറ്റ് ഗെയിമിംഗ് ഒക്കെ നോക്കിയപ്പോൾ ചൂടൊന്നും ഒരുപാടൊന്നും ആവുന്നില്ല. വിവോ അങ്ങനെ ടോറസ്ലി ചൂടാവുന്നതിനൊന്നും പേര് കേട്ട ഫോണൊന്നുമല്ല. ഈ ഡിസ്പ്ലേ നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ
ധൈര്യമായിട്ട് ഇതെടുക്കാം. ഈ ഡിസ്പ്ലേ കൊണ്ട് AMOLED ആണെങ്കിൽ 20,000 എബോ പ്രൈസ് ചെയ്താലും ഞാൻ വലിയ കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ ഈ ഡിസ്പ്ലേ ചെറിയൊരു സാക്രിഫൈസ് ഉണ്ടെങ്കിൽ ഗെയിമേഴ്സിന് അത് പക്കയായിരിക്കും. ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അണ്ടർ 14K ദിസ് ഇസ് ദി ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ എന്നാണ് എൻ്റെ ഇംപ്രഷൻസ്. ഇൻ ഡെപ്ത് റിവ്യൂവിൽ ബാക്കി പറയാം. അതുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. സോ ശ്രീ ഹിയർ, ടോക്ക് ടു ഗൈസ് ലേറ്റർ. ഇതുപോലത്തെ കുഞ്ഞ് ഷോർട്ട് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അഗൈൻ ഒരുപാട് പേരുടെ അടുത്ത് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു കുഞ്ഞ് വീഡിയോ ഉണ്ടാക്കിയത്. താങ്ക് യു. ടോക്ക് ടു ഗൈസ് ലേറ്റർ. ലവ് യു.